അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിലായി ജയിലിൽ കഴിയുന്ന പൊതുപ്രവർത്തകൻ രാഹുൽ ഈശ്വർ കോടതിയിൽ തനിക്ക് പൂർണ്ണമായ പ്രതീക്ഷയുണ്ടെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി. വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചപ്പോഴായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കവേ രാഹുൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കേസിന്റെ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിച്ചെന്നും ജാമ്യത്തിനായി പ്രാർത്ഥിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കേസിൽ സത്യം മാത്രം പറയണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. അതിജീവിതം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ പ്രതിയാണ് രാഹുൽ ഈശ്വർ. നവംബർ 30-നാണ് കേസിൽ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അറസ്റ്റിന് പിന്നാലെ റിമാൻഡിലായ രാഹുൽ ഈശ്വർ ജയിലിൽ വെച്ച് നിരാഹാര സമരം ആരംഭിച്ചത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഈ നിരാഹാരം പിന്നീട് ഉപവാസമാക്കി മാറ്റുകയും ദിവസങ്ങൾക്കകം അതും അവസാനിപ്പിക്കുകയും ചെയ്തു. നിരാഹാരം അവസാനിപ്പിച്ചതിനെ കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിക്കവേ തന്റെ ആരോഗ്യനില വഷളായതിനെ കുറിച്ചും അത് നിർത്താൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചതിനെ കുറിച്ചും രാഹുൽ ഈശ്വർ വിശദീകരിച്ചു. കിഡ്നിക്ക് പ്രശ്നമാവുമെന്ന് ഡോക്ടർ പറഞ്ഞു, അതുകൊണ്ടാണ് ഉപവാസം അവസാനിപ്പിക്കേണ്ടി വന്നത് അദ്ദേഹം വ്യക്തമാക്കി. കിഡ്നിയെ ബാധിക്കാനുള്ള സാധ്യത ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് കടുത്ത നിലപാടിൽ നിന്ന് രാഹുൽ പിന്നോട്ട് പോയത്. തുടർച്ചയായ ദിവസങ്ങളിൽ വെള്ളമില്ലാതെയും ആഹാരമില്ലാതെയും കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ സാരമായി ബാധിച്ചിരുന്നു. 4 ദിവസം വെള്ളമില്ലാതെയും 5 ദിവസം ആഹാരമില്ലാതെയും കഴിഞ്ഞു. ഇപ്പോൾ 11 ദിവസമായി അദ്ദേഹം തന്റെ കഷ്ടപ്പാടുകൾ വിവരിച്ചു. ഇത്രയും അധികം ദിവസം നീണ്ട ഉപവാസം അദ്ദേഹത്തിന്റെ ശരീരത്തെ, പ്രത്യേകിച്ച് വൃക്കകളുടെ പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ജയിൽ ഡോക്ടർമാർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. നിയമപരമായി തനിക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിക്കേണ്ട കേസാണിതെന്നും രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞു. തനിക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന തരത്തിലുള്ളതാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ ഗൗരവമേറിയതാണെന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതിജീവിതയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രാഹുൽ ഈശ്വർ 5ാം പ്രതിയാണ്. ഈ കേസിലെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട മറ്റു ചിലർക്ക് നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. എങ്കിലും രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിക്കാൻ കാലതാമസം നേരിടുന്നത് രാഷ്ട്രീയപരമായ കാരണങ്ങളാണോ എന്ന ചോദ്യവും ഇതിനോടകം ഉയർന്നു വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ രാഹുൽ ഈശ്വർ തുടർച്ചയായി പല വേദികളിലും സോഷ്യൽ മീഡിയ വഴിയും പരാമർശങ്ങൾ നടത്തിയിരുന്നു. അപകീർത്തികരമായ ഇത്തരം പരാമർശങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നടത്തിയതാണ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചത്. ഈ പരാമർശങ്ങൾ അതിജീവിതയ്ക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ അതിജീവിതയുടെ വ്യക്തിപരമായ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയെന്നും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം നഷ്ടപ്പെടുത്താൻ കാരണമായെന്നുമുള്ള വാദങ്ങളും ശക്തമാണ്. അറസ്റ്റിന് ശേഷം റിമാൻഡിലായിട്ടും താൻ നിരപരാധിയാണെന്നും നിയമപരമായി മുന്നോട്ട് പോകുമെന്നുമാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. കോടതിയിൽ തനിക്കുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിയമത്തിന്റെ വഴിയിൽ നീതി ലഭിക്കുമെന്നും എത്രയും പെട്ടെന്ന് ജയിൽ മോചിതനാകുമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ജയിലിലെ ഉപവാസം അവസാനിപ്പിച്ചതോടെ രാഹുൽ ഈശ്വറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടോ എന്ന കാര്യത്തിൽ അധികൃതർ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. എങ്കിലും ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ സാധാരണ നിലയിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ രാഹുൽ ഈശ്വറിന്റെ പൊതുപ്രവർത്തന പശ്ചാത്തലവും അദ്ദേഹം ഉന്നയിച്ച വാദങ്ങളും കോടതിയുടെ പരിഗണനയ്ക്ക് വരും. താൻ നടത്തിയ പ്രസ്താവനകൾ വ്യക്തിപരമായ അധിക്ഷേപമല്ലെന്നും പൊതുസമൂഹത്തിൽ ഒരു വിഷയം ചർച്ച ചെയ്യുക മാത്രമായിരുന്നു തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കോടതിയിൽ വാദിക്കാൻ സാധ്യതയുണ്ട്. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിലെ വിധി കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ വലിയ ചലനങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ നിർണായകമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രാഹുൽ ഈശ്വറും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും. നിയമത്തിന്റെ വഴിയിൽ എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ പൊതുസമൂഹവും.